Good morning, sir. Morning. They are all waiting for the interview. Yes. Good morning. Good morning. Good morning, sir. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. Well, Mr. Sani, tell me something about your family, relationships and other things. Very much, madam. I am planning to send my son to States for MBA. Does your wife assist you in your business matter? Yes. No. I'm a bachelor. I'm not married. I told you about my... Mrs. Sudha? What's happening here? Why are you interviewing him? Mr. Sani? You're wrong, Mrs. Sudha. He is Mr. Iyer, personal manager to Mr. Sunny. Evade? Mr. Sunny evade? അത് ഇപ്പോ സണ്ണി ഞാനാണ്. Please come. സാറേ, ഗുരുവിന് സാറേ. ആ എന്താ സാറേ, സന്ധു സാർ എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ? എന്താ പ്രശ്നം ബാവാ? ഈ വയസ്സാം കാലത്ത് തനിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ അയ്യരെ? എന്താ ചയ? ആ എടി, സണ്ണിച്ചന് ഏതോ ടി വിക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. സണ്ണിയാണെന്നും പറഞ്ഞ് അയ്യരെ അയച്ച ചാവ് മുങ്ങി. It's my car!
എന്താ സണ്ണി സാറേ എന്നോട് ഈ കുറച്ചത് വേണ്ടായിരുന്നു. തന്നോട് ഞാൻ എന്ത് പുണ്ണാക്കാ കാണിച്ചത്? നിന്റെ തോന്നിയാസം കുറെ കൂടി പോകുന്നുണ്ട് ഞാൻ കേട്ടോ. എന്ത് കാണിച്ചെന്ന് അച്ചായി പറയുന്നത്? ഇന്ന് കാലത്ത് നീ ടിവിക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ അയച്ചല്ലോ ആളെ. ആരെ? അയ്യരെ അയച്ചു. നിന്നെ ഇന്റർവ്യൂ വന്നിട്ട് അയ്യർക്ക് എന്താ കാര്യം? എനിക്ക് എന്താ കാര്യം? സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ പോയത്? ഞാൻ ഇനി എന്ത് ചെയ്യും? സാർ അവിടെ വരെ ചെന്നില്ലെങ്കിൽ അവരെന്നെ ഇയാൾ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ. അത്ര ശല്യം കുറഞ്ഞിരിക്കുമല്ലോ. മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇന്റർവ്യൂ. സാറേ സാറേ സണ്ണി കുഞ്ഞേ, നീ പോകുന്നുണ്ടോ? എന്റെ പൊന്നച്ചായി ഇന്റർവ്യൂവും ഈ അപ്പോയിന്റ്മെന്റും എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ആ മുഹമ്മദ് അലിയും സോറി അവന്റെ ചീനക്കാരൻ ബോസും കൂടെ ഉണ്ടാക്കുന്ന പണിയാ. ഒരു ഓളം ഉണ്ടാക്കി നമ്മളെങ്ങാനും ശ്രദ്ധയപ്പെട്ടു പോയാലുണ്ടല്ലോ, നമ്മുടെയോ നമ്മുടെ കമ്പനിക്കെതിരെയോ ആരെന്ത് ആരോപണം ഉണ്ടാക്കിയാലും ഇതേ വാർത്താ പ്രാധാന്യത്തോടു കൂടി അന്നും ഈ ടി വിക്കാരും പേപ്പറുകാരും ഇത് കൊടുക്കും. ഈ കാടളക്കെയുള്ള വേട്ട തൽക്കാലം വേണ്ടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ അവർ നേരത്തെ വന്ന് പറഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ അടിച്ച് പൂക്കിട്ടായിരുന്നപ്പോ ആ പെണ്ണ് വന്ന് തിരിഞ്ഞു കളിച്ചപ്പോ കൊടുത്തു പോയതല്ലേ. ഇയാളെ അയച്ചപ്പോഴേ എനിക്കറിയാം ഇത് കുളമാക്കുന്നത്. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്നാ വാ. In this week's program, we are introducing to you Mr. Sunny Palamattam, Chairman and Managing Director, Sunny Group of Companies. Mr. Sunny, who hails from Kerala, started his business in Singapore just 5 years back. And today, their company is the #1 construction and real estate development company in Singapore. Well, Mr. Sunny, what makes you so dynamic and successful in this short period? I think it's my... To the camera, please. Well, I think it's my hard work, my sincerity, my commitments, and above all, his blessings. Mr. Sunny? Excuse me. Hello? താൻ ആരാ? എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇതിയാനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്. പിന്നെ എവിടുന്നാന്ന് ചോദിച്ചാ എന്റെ ബെഡ്റൂമിൽ നിന്ന്. അപ്പൊ സംശയം ഇന്റർവ്യൂ എങ്ങനെ കാണുന്നു എന്നല്ലേ? ഇഷ്ടമുള്ളവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു യന്ത്രം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചോ. പിന്നെ ആ ഇന്റർവ്യൂ മുറിന്ന് പുറത്തിറങ്ങി കാണാൻ കൊള്ളാവുന്ന വല്ലയിടത്തും വെച്ച് കവർ ചെയ്യാൻ ആ കഴുതകളോട് പറ. ഓക്കെ? നമ്മുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പൊ കാണാൻ നന്നായിരിക്കും. തീർച്ചയായും. സാറിന് തിരക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾക്കും കാണുന്നവർക്കൊക്കെ ഇഷ്ടം പുറത്തു വെച്ച് എടുക്കുന്നത് തന്നെയാണ്. Mr. Sunny, Yeah. can you tell us about your future plans and personal life? Okay, my future plans, our company is going to construct the tallest hotel. Excuse me. Hello? ഇന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാനൊരു സ്റ്റൈൽ ഹാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഹാറ്റോ? ആ, ഹാറ്റ്. നിങ്ങളുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ കിടപ്പുണ്ട്. എടുത്താട്ടെ. Excuse me. I'll be back. 1 second. സണ്ണിച്ച ലോക്ക് ചെയ്ത കാറിൽ എങ്ങനെ ഹാറ്റ് വെച്ചെന്നായിരിക്കും. അതൊക്കെ ഉണ്ട്. വേഗം തുറന്നെടുക്കടോ. Yes. വെച്ച് നോക്കി. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? Nice. കൊള്ളാം. താങ്ക് യു. എന്താ നിന്റെ തീരുമാനം? അതിനെ തന്നെ അങ്ങ് ആലോചിച്ചാലോ? നിന്റെ അമ്മച്ചി പറയുന്നത് എന്റെ താല്പര്യക്കുറവുകൊണ്ടാ നിന്റെ കല്യാണം നടക്കാത്തെന്നാ. ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു. എന്റെ അച്ചായ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ, മറ്റൊരു പെണ്ണാണെങ്കിൽ ഫോൺ വിളിയോട് ഫോൺ വിളി. ഒരു കാര്യം ഷുവറാണ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എന്റെ തലയെ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ആ സണ്ണി ഇരിക്കണം. ഞാൻ ഇറങ്ങുന്നു. ഇച്ചിരി മാറി. ഗുഡ് നൈറ്റ്.
അടിശിങ്കാരി കുഞ്ചേല ഉള്ളിൽ തുള്ളും ഈ ഷാമ്പെയിനും ജിന്നും എന്നുള്ളിൽ കോക്ടെയിലായിട്ടും നെഞ്ചിൽ കുത്തും ഈ റോക്ക് മ്യൂസിക് റാപ്പും നാമാടും പോപ്പ് ബീറ്റായി കത്തും ഉയർന്നു പാറ തെളിവാന വീതി തോറും വന്ന മേഘമായി സിയോന ദൂരെ ദൂരെ എങ്ങോ ജലകന്യ പാടിയാടും ശ്യാമഗീതമായി സിൻസോന നുരയും ഒരു വിഞ്ഞോ മനസ്സൊരു ചരസ് കുളകും വിള തെളിമഞ്ഞോ പ്രണയം ഉരുകും ഒരു തീയോ കനവൊരു കവിത ഉണരും ഒരു കണിമുത്തോ ഓക്കേല ഓക്കേല അടിച്ചിങ്കാരി കുഞ്ചേല ഓക്കേല ഓക്കേല అడిజింగారి కుంజేరా చాంచక్కం ఛాయలు సింధూరం చూడాలు చేలోడే పాడాలు మూలిక ఇక్కుతూ హాయ్ శివతే నీరం హాయ్ శివతే నీరం హాయ్ శివతే నీరం హాయ్ శివతే నీరం Are you staying here? Thank you. Yeah? Thank you so much, sir. Okay, can I meet you tomorrow at Water Sports Club? Huh? Hey! Hello! See you sometime later. Hello. Hello. See you sometime later. എന്നത്തിനാ ഇനിയും കാണുന്നത്? ആരെ കാണുന്ന കാര്യ? എന്തിനാ ആ പെണ്ണിനോട് ഇനിയും കാണാന്ന് പറഞ്ഞത്? അത് ആൾക്കാർ യാത്ര പറയുമ്പോ പറയുന്ന ഒരു ഫോർമാലിറ്റി വാക്കല്ലേ. അപ്പൊ ആ പെണ്ണിന് ലിഫ്റ്റ് കൊടുത്തതോ? അതാ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തല്ലേ. ഇതൊക്കെ വലിയ കാര്യമാക്കേണ്ട പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. ഒരാളോട് കൂടുതൽ അടുക്കുന്നതും സംസാരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ എന്റെ അല്ലേ? എന്റെ മാത്രം. ഇത് ഞാൻ എന്റെ അല്ലേ എന്റെ മാത്രം. മുഹമ്മദ് അലി ലേബർ കോർട്ട് കംപ്ലൈന്റ് കൊടുത്തെന്ന് കേട്ടു. അയക്കും കമ്പനി പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. കോടതി കേസ് നടക്കട്ടെ. അത് കോർട്ടൊന്നും കേസെന്നൊക്കെ പറയുമ്പോ അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ടേ? എങ്കിൽ പിന്നെ കമ്പനിയുടെ പകുതി ഞാൻ അവന്റെ പേരിൽ എഴുതി കൊടുത്തേക്കാം. അതല്ല താൻ സാർ. എന്ത് വർത്താനോടായി പറയുന്നത്? സാറെന്താ? ഹലോ. സാരല്ല, ആരും കണ്ടില്ല. ഹലോ. സണിച്ചായ, നിങ്ങൾ എന്തിനാ നാണമില്ലാതെ വഴിയെ പോകുന്ന പെൺകുട്ടികളൊക്കെ വിഷ് ചെയ്യുന്നേ? അത് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഫോർമാലിറ്റി. എന്നിട്ട് ആ പെണ്ണ് പരിചയമൊന്നും കാണിച്ചില്ലല്ലോ.
താനിതെങ്ങനെ കണ്ടു? താൻ എവിടുന്ന ഫോൺ ചെയ്യുന്നത്? ഹലോ, ഇഷ്ടമുള്ളവരുടെ ചുറ്റിക്കളി മുഴുവൻ കാണുന്ന യന്ത്രത്തിന്റെ കാര്യം. ഒരു മിനിറ്റ്. മറ്റേ ഫോൺ പാർട്ടി ഇവിടെ എവിടെയോ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. താനൊന്ന് പോയി വാച്ച് ചെയ്തേ. ഏതെങ്കിലും പെണ്ണ് മലയാളത്തിൽ ഫോൺ ചെയ്യുന്നുണ്ടാ? കൈയോടെ പിടിച്ചോ, വിടരുത് അവളെ. ഹലോ, ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് പറയാം. കൂടെ ഉണ്ടായിരുന്ന അയ്യരമുരുടൻ എവിടെയോ പറഞ്ഞു വിട്ടിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. മെറൂൺ കോട്ടും ബ്ലാക്ക് പാന്റും. പാന്റിന്റെ സിപ്പ് കുറച്ചുകൂടെ ഇടാനുണ്ട് കേട്ടോ. ഹലോ, ഇപ്പൊ ഇട്ടു, ഒരു ശ്രദ്ധയില്ല. ഈ സസ്പെൻസ് ഒന്ന് കള. താൻ ആരാടോ ഒന്ന് പറ. സമയാവട്ടെ, അപ്പൊ ഞാൻ തന്നെ നേരിൽ സണിച്ചന്റെ മുന്നിൽ വന്ന് സറണ്ടർ ആവാം. പക്ഷെ തോറ്റോന്ന് സണിച്ച് സമ്മതിക്കണം. ഏറ്റോ ഹലോ ഹലോ, എന്താ സണിച്ച? അതെ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ തെരയണോ? ഹലോ സണിച്ച, എന്നെ താഴെ ഇറക്കുന്നേ. അയ്യോ, എന്നെ എവിടെ കൊണ്ടുപോവാ? എന്താ നിന്റെ പേര്? സാന്ദ്ര വാളുകാരൻ. നാട്ടിലെവിടാ? തൃശൂർ. നിന്റെ തന്തയുടെ പേരെന്താ? ജോൺ വാളുകാരൻ. എത്ര നാളായി ഈ രോഗം തുടങ്ങിയിട്ട്? എന്ത് രോഗം? കാണുന്ന ആണുങ്ങളെയൊക്കെ ഫോണിൽ വിളിച്ച് കുഞ്ഞു കളിക്കുന്ന രോഗം. ഞാൻ കാണുന്നവരൊന്നും ഫോണിൽ വിളിച്ചില്ലല്ലോ. ഒരാളെ വിളിച്ചുള്ളൂ. അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ. എന്താ എന്താ പറഞ്ഞേ? ഇഷ്ടമാണെന്ന്. വാട്ട്? സായ സിന്താമു. യു ലവ് മീ? യാ. ചന്ദനമോ പൊൻതൂവലി വെള്ളിനില തുള്ളികളോ കൺപീലി
മറഞ്ഞു നിന്നെന്തിനൻ മനസ്സിലെ കുങ്കുമം തളിർവിരൽ തുമ്പിനായി കവർന്നു നീ ഇന്നലെ. ജന്മതടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ നിന്നെ മനസ്സിലലിഞ്ഞൊരുകും നിന്റെ പ്രസാദം പങ്കിടുവാൻ. മഞ്ഞിതൾ മൂടുമോർമകളിൽ ഒരു പൊൻതിരിയായി ഞാൻ പൂത്തുണരാം. എന്റെ കിനാക്കുളിരമ്പിളിയെ എന്നെയുണർത്തും പുണ്യലതേ തങ്കവിരൽ തൊടുമാ നിമിഷം താനെയൊരുങ്ങും തമ്പുരുവേ. തെല്ലലിയും ചന്ദനമോ പൊൻതൂവലി വെള്ളിനില തുള്ളികളോ കൺകീ